പുത്തൻ ഇരട്ടിയാണേ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ പുത്തൻ വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഇത്രയും പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കിലോമീറ്റർ പോയി നോക്കിയപ്പോൾ 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിലുള്ള ഒരു 35 ഒക്കെ കിട്ടുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ റോഡിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തുള്ള ബ്രേക്ക് പാഡില്ലേ, അതായത് ഡിസ്കിൻ്റെ പുറത്ത് വരുന്നത് പിസ്റ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ അവിടെ ഉള്ള ബ്രേക്ക് പാഡാണ് രണ്ട് സൈഡും തീർന്നു പോയേക്കണത്. പക്ഷേ ഉള്ളിലത്തെ ബ്രേക്ക് പാഡാണെങ്കിൽ കണ്ട ഈ ബ്രേക്ക് പാഡ് മൊത്തം തീർന്നു. അപ്പുറത്തെ ബ്രേക്ക് പാഡ് അത്ര അങ്ങോട്ട് തീർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ബ്രേക്ക് പാഡ് തീരുമ്പോഴാണ് അതിനകത്ത് ഒരു അഡീഷണൽ ഒരു പിന്ന് പോലത്തെ സാധനം വരും, ബ്രേക്ക് പാഡ് തീർന്നെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പുറത്തെ സൈഡാണ് ആദ്യം തീർന്നത്. അപ്പോൾ കസ്റ്റമർ എന്നോട് ചോദിച്ചു എന്തെങ്ങനെ തീരാൻ കാരണമെന്ന് ചോദിച്ചു. സാധാരണ രീതി കണ്ടത് ഉള്ളിൽ ഇത്രയും കൂടി ഓടാനുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉള്ള ബ്രേക്ക് പാഡാണെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇതേ ഇത്രയും തീർന്നു. സാധാരണ രീതിയിൽ ഈ പിന്നൊക്കെ ജാം ഇരുന്ന് കഴിഞ്ഞാലാണ് ഇങ്ങനെ വരിക. ഈ കാലിപ്പറിൻ്റെ പിന്നില്ലേ അത് ഏതെങ്കിലുമൊക്കെ ജാമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ ഇതിന് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ രണ്ട് സൈഡും പുറത്തുള്ള ബ്രേക്ക് പാഡ് തീർന്നു, പിസ്റ്റൻ്റെ സൈഡിലുള്ള ബ്രേക്ക് പാഡ് തീർന്നുണ്ടായില്ല. അപ്പോൾ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ എനിക്കതിന് മറുപടി ഉണ്ടായില്ല, എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അറിയില്ല, എന്തായിരിക്കും ചിലപ്പോൾ വെള്ളം ഓടിക്കുന്നതിൻ്റെ രീതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ കിട്ടിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡിലുള്ള ബ്രേക്ക് പാഡ് തീർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ പുറമേ ഉള്ള ബ്രേക്ക് പാഡ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ബ്രേക്ക് പാഡ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സൗണ്ട് കേൾക്കുമ്പോൾ മാറാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയായിരിക്കും. അപ്പോൾ വർക്ക് കഴിഞ്ഞു. പുതിയ ബ്രേക്ക് പാഡ് TVSൻ്റെ ബ്രേക്ക് പാഡാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ കസ്റ്റമർ ഏതായാലും ഹാപ്പിയായി. അപ്പോൾ രാവിലത്തെ വർക്ക് അതായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊരു ക്ഷമയാവട്ടെ. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ബയോയിൽ ഇട്ടേക്കാം, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇട്ടേക്കാം. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റീപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ റീപ്ലൈ വരാതിരിക്കുന്നവർ ജസ്റ്റ് ഈ നമ്പർ അതിൽ നിന്നൊന്ന് എടുത്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ചെറിയ വർക്ക്ഷോപ്പാണ്. നമുക്ക് പെട്ടെന്ന് വർക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കുക. പിന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് സഡൻലി റീപ്ലൈ തരാൻ പറ്റില്ല. എങ്ങനെ വേണം ഒരു 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കും. നമ്മൾ ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ വൈകുന്നേരം വന്നിട്ട് വേണം റീപ്ലൈ ചെയ്യാൻ. അപ്പോൾ അർജൻറ്റ് കാര്യത്തിൽ ചിലപ്പോൾ മെസ്സേജ് ചെയ്താൽ റീപ്ലൈ വരത്തില്ല. അർജൻറ്റ് അല്ലാത്ത കാര്യത്തിന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലെനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്പർ ബയോയിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ മറ്റേ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കുറേ മെസ്സേജ് കിടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ നോക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ വെറുതെ അവരെയും കൂടി ബുദ്ധിമുട്ടിലാക്കണ്ടല്ലോ. അപ്പോൾ വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ ഞാൻ റീപ്ലൈ ഇടും. ഓക്കെ.